Okay, now you can start. Okay, sir. Suppose V is a complex vector space with an inner product, then for all alpha beta in V, alpha inner product beta equal to real part of alpha inner product beta plus I imaginary part of alpha inner product beta, where R where real alpha inner product beta and imaginary alpha inner product beta are the real and imaginary parts of the complex number alpha inner product beta. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഇന്നർ പ്രൊഡക്റ്റിന്റെ ഒരു ഡെഫിനിഷൻ ഐശ്വര്യ പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ റിയൽ നമ്പേഴ്സിന്റെ ഫീൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഫീൽഡ് ആയിരിക്കും. അപ്പൊ അതുകൂടാതെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത് എഫിലുള്ള എലമെന്റ് ആണ്. ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് പറയുന്നത് എഫിലുള്ളതാണ്. അപ്പൊ എഫ് എന്ന് എടുക്കുന്നത് നമ്മളിപ്പോ റിയൽ ആണെങ്കിൽ, റിയൽ സ്പേസ് ആണെങ്കിൽ ആൽഫ ഇന്റെ പ്രൊഡക്റ്റ് ബീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഫീൽഡ് ഒരു കോംപ്ലക്സ് ഫീൽഡ് ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? അതൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ആ ഒരു ഐഡിയ നമുക്ക് ആദ്യം വേണം. അപ്പൊ നോക്കുക, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആണ് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഫീൽഡ് ഏതാണ്? കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പൊ അവിടെയുള്ള ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. നമുക്ക് കോംപ്ലക്സ് നമ്പറിന്റെ ഒരു പ്രോപ്പർട്ടി അറിയാം. ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും അതിന്റെ റിയൽ പാർട്ട് പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് എന്ന് എഴുതാലോ. ഇപ്പൊ സെഡ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ ആ സെഡിന് നമുക്ക് എങ്ങനെ എഴുതാം? റിയൽ പാർട്ട് ഓഫ് സെഡ് പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്ന് എഴുതാം. ഇതൊക്കെ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടിയാണ്. അപ്പൊ ആ ഒരു ഐഡിയയും കൂടി വേണം നമുക്ക് ഇവിടേക്ക് നോക്കുക. നമ്മൾ പറഞ്ഞു ഇവിടെ ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഒരു കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആ കോംപ്ലക്സ് നമ്പറിനെയും നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ എന്ന് എഴുതിക്കൂടെ? ഇത്രയും ക്ലിയർ അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ ഇനി അതുപോലെ തന്നെ നമുക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പർ സെഡ് എടുക്കുകയാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സെഡിന്റെ ഇമാജിനറി പാർട്ടും മൈനസ് ഐ സെഡിന്റെ റിയൽ പാർട്ടും എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. എന്താണ്? സെഡ് ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ സെഡിന്റെ ഇമാജിനറി പാർട്ടും അതുപോലെ മൈനസ് ഐ സെഡിന്റെ റിയൽ പാർട്ടും എന്താണ്? ഈക്വൽ ആയിരിക്കും. അതെന്ന് പറയുന്നത് ഏതൊരു കോംപ്ലക്സ് നമ്പർ എടുത്താലും ആ ഒരു കേസ് ശരിയായിരിക്കും. അപ്പൊ അതിന്റെ ജനറൽ ആയിട്ടുള്ള അതെങ്ങനെയാ വരുന്നതെന്നാണ് ഞാൻ താഴെ ഒരു റെഡ് ബോക്സിൽ എഴുതിയിട്ടുണ്ട്. ആ റെഡ് ബോക്സിലെ ഫസ്റ്റ് ഉള്ള ഭാഗം നോക്കാട്ടോ. ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്ന് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ഐനെ കൊണ്ട് ആ ഇക്വേഷന്റെ രണ്ട് ഭാഗത്ത് നമ്മൾ ഗുണിക്കാം. അപ്പൊ എന്ത് വരും? മൈനസ് ഐ സെഡ് ഈക്വൽ ടു മൈനസ് ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ എന്ന് വരും. ഇനി ആ മൈനസ് ഐ നമ്മൾ ഉള്ളോട്ട് ഗുണിക്കുകയാണെങ്കിൽ എങ്ങനെ വരും? മൈനസ് ഐ എക്സ് പ്ലസ് വൈ എന്ന് വരും. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? വൈ മൈനസ് ഐ എക്സ് എന്ന് കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് നോക്കാം, നമ്മൾ സെഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈയിൽ എടുത്തിട്ടുള്ളത്, അതിന്റെ ഇമാജിനറി പാർട്ട് അറിയുന്നത് എന്താ അവിടെ? വൈ. അപ്പൊ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഈക്വൽ ടു വൈ നമുക്ക് എഴുതാം. ഇനി മൈനസ് ഐ സെഡ് എന്താ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്? വൈ മൈനസ് ഐ എക്സ് അല്ലേ? അവിടെയുള്ള റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താ? വൈ. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു കേസ് എടുത്തപ്പോൾ നമുക്ക് ഈ ഒരു പറഞ്ഞ കേസ് ശരിയാവുന്നില്ലേ? അപ്പൊ ഏതൊരു കോംപ്ലക്സ് നമ്പറിനും നമുക്ക് എന്ത് പറയാം? അതിന്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നതും ആ കോംപ്ലക്സ് നമ്പറിനെ മൈനസ് ഐ കൊണ്ട് ഗുണിച്ച് കിട്ടുന്നതിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും എന്ന് പറയാം. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് എവിടെയും കൊടുക്കാൻ പറ്റൂലേ? നോക്കുക, നമ്മളിപ്പോ ഇവിടെ ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റയില് പറഞ്ഞിട്ടുള്ള എന്താ? റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ അല്ലേ? അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ എന്നുള്ളതിനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒന്ന് മാറ്റി എഴുതാണ്. നമുക്ക് ഇവിടെ കിട്ടിയ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് മൈനസ് ഐ ഇൻറ്റു ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ എന്ന് എഴുതാം. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നോക്കുക. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? റിയൽ പാർട്ട് ഓഫ് ഐ കോൺജുഗേറ്റ് ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ. അതായത് ഈ മൈനസ് ഐ എന്നുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് ഐ കോൺജുഗേറ്റ് ആയിട്ടുണ്ട്. അതെങ്ങനെയാ? നമുക്കറിയാം ഐ കോൺജുഗേറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഐ ആണ്. അതിന് എങ്ങനെ വരുന്നത് സംശയം ഉണ്ടെങ്കിൽ ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്, ഒന്ന് നോക്കുക. നമുക്ക് ഐ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ അല്ലേ? അപ്പൊ അതിന് വേണേ നമുക്ക് ജസ്റ്റ് 0 പ്ലസ് ഐ എന്ന് എഴുതിക്കൂടെ? ഇനിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഐന്റെ കോൺജുഗേറ്റ് എടുക്കുക. അപ്പൊ ഐ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 0 പ്ലസ് ഐ
കോൺജുഗേറ്റ് എടുക്കാം. 0 പ്ലസ് ഐന്റെ കോൺജുഗേറ്റ് എന്താ? 0 മൈനസ് ഐ എന്ന് വെച്ച് എന്താ? ഐ ആണ്. ഞാൻ അത് എന്താ ചെയ്തിട്ടുള്ളത് നോക്കുക. നേരെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇക്വേഷനിലേക്ക് നോക്കണേ. റിയൽ പാർട്ട് ഓഫ് മൈനസ് ഐ ആൽഫ ഇന്റെ പ്രൊഡക്റ്റ് ബീറ്റയിലെ മൈനസ് ഐനെ ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് എങ്ങനെ വരും? അടുത്ത സ്റ്റെപ്പിലേക്ക് എഴുതുക എങ്ങനെയാ? റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ഐ ബീറ്റ. ഇത് എങ്ങനെ എഴുതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ന പ്രൊഡക്റ്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇന്നലെ ഐശ്വര്യ പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി ഞാൻ അവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. എന്താണ്? സി കോൺജുഗേറ്റ് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ ഈക്വൽ ടു എന്താണ്? ആൽഫ ഇന്ന പ്രൊഡക്റ്റ് സി ബീറ്റയാണ്. എന്താണ്? സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താണ്? സി കോൺജുഗേറ്റ് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ ഈക്വൽ ടു എന്താ? ആൽഫ ഇന്ന പ്രൊഡക്റ്റ് സി ബീറ്റയാണ്. അത് ഇത്ര ആലോചിച്ചാൽ മതി. രണ്ടാമത്തെ ടേമിലാണ് കോൺസ്റ്റന്റ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ പുറത്തെടുക്കുമ്പോൾ അതിന്റെ കോൺജുഗേറ്റ് എടുക്കാം. അത്രയും ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ എന്ന് പറയുന്നത് ഒരു റിയലിന്റെ ടേമിലേക്ക് കിട്ടി. എങ്ങനെയാ? റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ഐ ബീറ്റ എന്ന് കിട്ടി. അപ്പൊ നമ്മൾ മുകളിൽ എഴുതിയ ഇക്വേഷൻ നമുക്കൊന്ന് മാറ്റി എഴുതാം. എങ്ങനെ വരും? ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് ഐ ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ഐ ബീറ്റ. അപ്പൊ നമ്മൾ ഇവിടെയുള്ള ഈ ഒരു ഇന്ന പ്രൊഡക്റ്റിനെ നമ്മൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു? റിയൽ പാർട്ടിന്റെ ടേംസിലേക്ക് മാറ്റി എഴുതി. അതാണ് ഈ ഒരു ഫസ്റ്റ് ഉള്ള ഒരു ജനറൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണോ? യെസ്. ഓക്കെ, എന്നാ അടുത്തതിലേക്ക് പോട്ടെ. ഇനി ഓക്കെ, പറയാനുള്ളത് നോം ആണ്. അപ്പൊ നോം എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട് അല്ലെ? എന്തായിരുന്നു അവിടെ നമ്മൾ വെക്ടേഴ്സിന് പറ്റിയ വെക്ടേഴ്സിന്റെ നോം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായിരുന്നു പറഞ്ഞത്? നോം എന്ന് പറഞ്ഞുള്ള ഐഡിയ എന്തായിരുന്നു? ഒരു വെക്ടറിന്റെ നോം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെക്ടറിന്റെ ലെങ്ത് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ്, അതിനെയായിരുന്നു നമ്മൾ നോം എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചത്. അതേ ഒരു ആശയം തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ഇന്ന പ്രൊഡക്റ്റിലുള്ള നോം ആണ് പറയാൻ പോകുന്നത്. അപ്പോഴും ആലോചിക്കുക, ഇവിടെ നമ്മൾ എടുക്കുന്ന വെക്ടർ ആയിട്ടുള്ള ആൽഫന്റെ നോം എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ലെങ്ത് അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Definition: the positive square root of alpha in the product alpha is called the norm of alpha with respect to the inner product. It is denoted by norm alpha, that is norm alpha equal to root of alpha in the product alpha or norm alpha square equal to alpha in the product alpha. എന്ന് വെച്ചാൽ ഇന്ന പ്രൊഡക്റ്റിലെ ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെക്ടറിന്റെ നോം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് ആൽഫ ഇൻ ദ പ്രൊഡക്റ്റ് ആൽഫ ആണ്. ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെക്ടർ എടുക്കുകയാണെങ്കിൽ അതിന്റെ നോം എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് ആൽഫ ഇൻ ദ പ്രൊഡക്റ്റ് ആൽഫയാണ്. അപ്പൊ അതിന് നോമിന്റെ ചിഹ്നം നമുക്കറിയാലോ. നോം ആൽഫ ഈക്വൽ ടു എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് ആൽഫ ഇൻ ദ പ്രൊഡക്റ്റ് ആൽഫ എന്ന് എഴുതാം. അതിനൊന്ന് മാറ്റി എങ്ങനെ എഴുതാം? നോം ആൽഫ സ്ക്വയർ ഈക്വൽ ടു ആൽഫ ഇൻ ദ പ്രൊഡക്റ്റ് ആൽഫ എന്ന് എഴുതാലോ. ഇത്രയും ക്ലിയർ ആണോ എന്താണ് നോം എന്നുള്ളത്? ഹലോ, മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് നോമ ഒരു എക്സാമ്പിൾ നോക്കാം ഈ എങ്ങനെയാ ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ലെറ്റ് വി ഈക്വൽ ടു ആർ പവർ എൻ ആൻഡ് ആൽഫ ഈക്വൽ ടു x1 x2 എക്സെട്ര xn ബിലോങ്സ് ടു വി. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് ആർ പവർ എൻ ആണ്. അതിൽ നിന്നുള്ള ഒരു വെക്ടർ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഒരു n ടപ്പിൾ ആണ്. x1 x2 എക്സെട്ര xn ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ആൽഫന്റെ എന്താണ് നോം കണ്ടുപിടിക്കാൻ വേണ്ടി പോകുകയാണ്. അപ്പൊ നോം കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം ഇക്വേഷൻ എന്താ? ആൽഫന്റെ നോം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ആൽഫ ഇൻ ദ പ്രൊഡക്റ്റ് ആൽഫയാണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു ആർ പവർ എൻ എന്നുള്ളതിന്റെ സ്റ്റാൻഡേർഡ് ഇന്ന പ്രൊഡക്റ്റിന്റെ ഫോർമുല ഇന്നലെ ഐശ്വര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ആ ഒരു ഇക്വേഷൻ വെച്ചാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് ഇന്നലെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. സ്റ്റാൻഡേർഡ് ഇന്ന പ്രൊഡക്റ്റ് ഓൺ ആർ എൻ എന്ന് പറയുന്നത്, ആർ പവർ എൻ. അപ്പൊ നോക്കാം, ഞാൻ ആ സൈഡിൽ എഴുതിയിട്ടുള്ളത് ഏതാണ്? ആൽഫ ഈക്വൽ ടു x1 x2 എക്സെട്ര xn-ഉം ബീറ്റ ഈക്വൽ ടു y1 y2 എക്സെട്ര yn-ഉം ആണെങ്കിൽ ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ ഐ എക്സ് ഐ, അതായത് ഓരോ കോമ്പണൻസിന്റെയും രണ്ടെണ്ണത്തിലെയും ഓരോ കറസ്പോണ്ടിങ് കോമ്പണൻസിന്റെ പ്രൊഡക്റ്റിന്റെ സമ്മാണ് എന്ന് പറയുന്നത് അതിന്റെ സ്റ്റാൻഡേർഡ് ഇന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ എന്നത് സമ്മേഷൻ ഐ എക്സ് ഐ വൈ ഐ ആണ്. നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ആൽഫ തന്നെയല്ലേ?
അപ്പൊ അതെങ്ങനെ വരും? സമ്മേഷൻ ഐ എക്സ് ഐ തന്നെ വരൂലേ? എന്ന് വെച്ചാൽ എന്താ? സമ്മേഷൻ ഐ എക്സ് ഐ സ്ക്വയർ എന്ന് വരും. അപ്പൊ ഞാൻ അതിനെ ഇങ്ങോട്ട് മാറ്റി എഴുതി. ഇനി നമ്മൾ ഇപ്പോഴത്തെ എഴുതിയ ഇക്വേഷനിലേക്ക് നോക്കാം കേട്ടോ. ആൽഫ ഇൻ പ്രൊഡക്റ്റ് ആൽഫ ഈക്വൽ ടു സമ്മേഷൻ ഐ എക്സ് ഐ സ്ക്വയർ എന്ന് വരും. അത് ഈക്വൽ ടു നമുക്ക് എക്സ്പാൻഡ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഐ വാല്യൂ ചെയ്യുന്ന എവിടെ വരിക? എൻ ടപ്പിൾ അല്ലേ? അപ്പൊ എൻ വരെ വരും. അപ്പൊ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര xn സ്ക്വയർ എന്ന് കിട്ടി. ഇത് ആൽഫ ഇൻ പ്രൊഡക്റ്റ് ആൽഫ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര xn സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് ജസ്റ്റ് ആ നോമിന്റെ ഇക്വേഷനിൽ കൊടുത്താൽ പോരെ. അപ്പൊ നോം ആൽഫ ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് ഇൻ ആൽഫ ഇൻ പ്രൊഡക്റ്റ് ആൽഫ ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര xn സ്ക്വയർ. ഇത് ക്ലിയർ ആണോ പറഞ്ഞത്? അതെ. ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു ഡെഫിനിഷനിലേക്ക് പോവാം. ദ ക്വാഡ്രാറ്റിക് ഫോം ഡിറ്റർമൈൻഡ് ബൈ ദ ഇന്നർ പ്രൊഡക്റ്റ് ഈസ് ദ ഫംഗ്ഷൻ ദാറ്റ് അസൈൻ ടു ഈച്ച് വെക്ടർ ആൽഫ ദ സ്കേലർ നോം ആൽഫ സ്ക്വയർ. എന്താ ഇവിടെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോം എന്താണ്? ഒരു ഇന്നർ പ്രൊഡക്റ്റിന്റെ ക്വാഡ്രാറ്റിക് ഫോം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ആൽഫ എന്ന് പറയുന്ന ഒരു വെക്ടറിനെ നോം ആൽഫ സ്ക്വയറിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ. ഒരു ആൽഫ എടുക്കുകയാണെങ്കിൽ നോം ആൽഫ സ്ക്വയറിലേക്ക് മാപ്പ് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു ഇന്നർ പ്രൊഡക്റ്റിന്റെ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം? നോം ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാല് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫയാണെന്ന് നമ്മൾ മുകളിൽ എഴുതിയിട്ടില്ലേ? നമ്മൾ ഡെഫിനിഷനിൽ ഒരു രണ്ടാമതൊരു ഇക്വേഷൻ കൂടി എഴുതിയില്ലേ? എന്താ? നോം ആൽഫ സ്ക്വയർ ഈക്വൽ ടു ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ എന്ന് എഴുതിയില്ലേ? അപ്പൊ വേണേ നമുക്ക് ഇങ്ങനെയും പറയാം. ആൽഫ എന്ന് പറഞ്ഞ വെക്ടറിനെ ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് എന്ത് പറയാ? ക്വാഡ്രാറ്റിക് ഫോം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി പറയാൻ പോകുന്നത് ഇറ്റ് ഫോളോസ് ഫ്രം ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ്. ഇത് ഫോളോ ചെയ്യുന്നത് എന്താണ്? താഴെ പറഞ്ഞിരിക്കുന്ന ഇന്നർ പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടീസിൽ നിന്നാണ്. അപ്പൊ നോക്കുക, ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നർ പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇന്നർ പ്രൊഡക്റ്റിന്റെ 3 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. നോം ആൽഫ പ്ലസ് ഓ മൈനസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു നോം ആൽഫ സ്ക്വയർ പ്ലസ് ഓ മൈനസ് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് നോം ബീറ്റ സ്ക്വയർ ഫോർ ഓൾ ആൽഫ ബീറ്റ. അപ്പം ഈ ഇക്വേഷൻ നോക്കുക. ഇക്വേഷൻ ഓർത്തെടുക്കാൻ വലിയ പണി ഉണ്ടാവില്ല. നമ്മൾ മറ്റേ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഏകദേശം അതേ ഫോം തന്നെയാണ് ഇതുള്ളത്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി എന്താ പറയുന്നത് നോക്കുക. എങ്ങനെയാണ് ഇത് പ്രൂഫ് വരുന്നത് നോക്കാം. ഇത് നമ്മൾ പ്രൂഫ് ചെയ്യുന്നത് 2 കേസിലാണ്. നമ്മൾ പറഞ്ഞു ഇവിടെയുള്ള ഫീൽഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ റിയൽ ആകാം അല്ലെങ്കിൽ കോംപ്ലക്സ് ആകാം. അപ്പൊ നമ്മൾ 2 കേസിലും ഈ ഇക്വേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ റിയൽ കേസ് എടുക്കുക. അപ്പൊ റിയൽ കേസ് എടുക്കുക എന്ന് പറയുമ്പോൾ ആലോചിക്കണം, അവിടെ റിയൽ കേസ് അറിയുമ്പോൾ അവിടെയുള്ള എഫ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിന്റെ സ്പേസ് ആണ്. അപ്പോൾ ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? ഒരു റിയൽ നമ്പർ ആയിരിക്കും. എന്താണ്? റിയൽ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ അവിടെ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും. ആ ഒരു ഐഡിയ നമുക്ക് മനസ്സിൽ വേണം. ആണോ? ഇപ്പം ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ നോക്കുക, റിയൽ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണ്ട ഒരു കാര്യം, റിയൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കണം എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം ഇനി ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ ഫസ്റ്റ് റിയൽ കേസിലെ പ്രൂഫാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എഴുതുക നോം ആൽഫ. നമ്മൾ ഇതിലെ പ്ലസ് ഓ മൈനസ് നോക്കുക. ഫസ്റ്റ് ഇക്വേഷൻ എന്താ? നോം ആൽഫ പ്ലസ് ഓ മൈനസ് ബീറ്റ സ്ക്വയർ ആണ് ഉള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നത് ആൽഫ പ്ലസ് നോം ആൽഫ പ്ലസ് ബീറ്റന്റെ സ്ക്വയർ കാണും. അതേമാതിരി തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമിലർലി പറഞ്ഞിട്ട് ആൽഫ മൈനസ് ബീറ്റന്റെ സ്ക്വയർ കാണുള്ളൂ കേട്ടോ. കാരണം ഏകദേശം 2 സെയിം സ്റ്റെപ്പ് ആണ്. അപ്പൊ ഒരുപാട് വരണ്ട വിചാരിച്ചിട്ടാണ്. അപ്പൊ ആൽഫ പ്ലസ് മൈനസ് ബീറ്റയ്ക്ക് പകരം ഞാൻ ആൽഫ പ്ലസ് ബീറ്റന്റെ മാത്രമേ കാണുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം റിയലിന്റെ കേസിൽ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് നോം ആൽഫ പ്ലസ് ബീറ്റന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്കറിയാം നോം ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് എഴുതാം. ഇത് ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെയാ വരുന്നത് നോക്കുക. ഇത് ഇന്നലെ പറഞ്ഞ ഇന്നർ പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടി ആണ്. ആ പ്രോപ്പർട്ടി ഞാൻ സൈഡിൽ എഴുതിയിട്ടുണ്ട്.
അപ്പൊ നോക്കുക, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാ വരുന്നത് നോക്കുക. ആൽഫ പ്ലസ് ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ പ്ലസ് ബീറ്റയിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാന്നറിയോ? ആൽഫ പ്ലസ് ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ പ്ലസ് ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് എഴുതാം. ഇത് എന്താണ്? ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിന്റെ ഈ ഒരു ഇന്നർ പ്രൊഡക്റ്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇത്. അതെന്ന് പറയുന്നത് ഞാൻ അവിടെ സൈഡില് റെഡിൽ എഴുതിയിട്ടുള്ളതിലെ മൂന്നാമത്തെ പ്രോപ്പർട്ടി കേട്ടോ. ആൽഫ പ്ലസ് ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ഗാമ, സോറി, രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ആൽഫ ബൈ ബീറ്റ പ്ലസ് ഗാമ എന്ന് പറയും. ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ഗാമയാണ്. അതായത് രണ്ടാമതുള്ള ടേമിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അത് ഇത് ഇന്നർ പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടിയാണ്. രണ്ടാമത് വന്ന് മനസ്സിലായോ? ഹലോ, ഒന്നുകൂടി പറയണോ? ഇല്ല, മനസ്സിലായി. ഓക്കെ, എന്നാലും പറയാ. എന്താ വെച്ചാല് ആൽഫ പ്ലസ് ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ പ്ലസ് ബീറ്റനെ ഞാൻ എങ്ങനെ മാറ്റി എഴുതി നോക്കാം. ആൽഫ പ്ലസ് ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ പ്ലസ് ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ. അതായത് രണ്ടാമത് വരുന്ന ആൽഫ പ്ലസ് ബീറ്റനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അത് ഇന്നർ പ്രൊഡക്റ്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അത് ഞാൻ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലായിക്കോളും. അപ്പൊ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനെ വന്നു? ആൽഫ പ്ലസ് ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ പ്ലസ് ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് വരും. ക്ലിയർ ആയോ? മനസ്സിലായി. ഓക്കെ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പിലെ ആദ്യത്തെ ടേമിനെ നമുക്ക് രണ്ടെണ്ണാക്കി മാറ്റും. പിന്നെ രണ്ടാമത്തെ ടേമിനെ വീണ്ടും രണ്ടെണ്ണാക്കി മാറ്റും കേട്ടോ ചെയ്യുന്നത്. അപ്പൊ രണ്ടും കമ്പയർ ചെയ്ത് നോക്കണേ. അപ്പൊ ഫസ്റ്റ് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ള ആൽഫ പ്ലസ് ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫയെ എങ്ങനെ നമുക്ക് വീണ്ടും എഴുതാൻ അറിയോ? ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ പ്ലസ് ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ എന്ന് എഴുതാം. അപ്പൊ ഫസ്റ്റ് ടേമിനെയാണ് നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതും ഇതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. എങ്ങനെ എഴുതുന്നത്? ആൽഫ പ്ലസ് ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫനെ ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ പ്ലസ് ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ എന്ന് എഴുതാം. ഇത് ക്ലിയർ ആണോ? ഇതും ഒരു പ്രോപ്പർട്ടിയാണ്. ഹലോ, ഞാനൊരു പാർട്ടേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ഇനി അതിൽ വേറെ ഒരു അടുത്ത പാർട്ടും കൂടി ഇല്ലേ രണ്ടാമത്തെ ഭാഗത്തില്? ഏതാ? ആൽഫ പ്ലസ് ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ഉണ്ട്. അപ്പൊ അതിന് താഴേക്ക് വരുമ്പോ എങ്ങനെ വരും? ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് വരും. ഈ മൂന്നാമത് എഴുതിയ സ്റ്റെപ്പ് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ. ഇനി നാലാമത്തെ നോക്കാം. ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫയെ നമുക്ക് എങ്ങനെ എഴുതാം? നോം ആൽഫ സ്ക്വയർ എന്ന് എഴുതാലോ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഒരു ഇക്വേഷൻ ആണ് അല്ലെ. അപ്പൊ ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫനെ ഞാൻ എങ്ങനെ എഴുതി? നോം ആൽഫ സ്ക്വയർ എന്ന് എഴുതി. ഇനി ഇവിടെ നോക്കുക, ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ എന്നുള്ളത് നമ്മൾ തെളിയിക്കേണ്ട ഇക്വേഷനിലുള്ളതൊക്കെ എങ്ങനെയാ? ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്നുള്ള ടേമിലുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫയിലല്ലേ ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫനെ ഒന്ന് മാറ്റി എഴുതണം. എങ്ങനെയാ? ഒരു ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റന്റെ ടേംസിലേക്ക് എഴുതണം. അപ്പൊ നമുക്കറിയാം ഇന്നർ പ്രൊഡക്റ്റിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താന്ന് വെച്ചാല് ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ഈക്വൽ ടു ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റന്റെ കോൺജുഗേറ്റ് ആയിരിക്കും. എന്താണ്? ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ എന്ന് പറയുന്നത് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റന്റെ കോൺജുഗേറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫനെ അടുത്ത സ്റ്റെപ്പിൽ അതിന്റെ സ്ഥാനത്ത് എങ്ങനെ എഴുതും? ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ കോൺജുഗേറ്റ് എന്ന് എഴുതി. അത് ക്ലിയർ ആയോ? മനസ്സിലായി. പിന്നെ ബാക്കിയുള്ളത് എന്താണുള്ളത്? ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് പിന്നെ ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റനെ നമുക്ക് എങ്ങനെ എഴുതാം? നോം ബീറ്റ സ്ക്വയർ എന്ന് എഴുതാം. ഇനി അതിന്റെ അടുത്ത സ്റ്റെപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ എന്താ? ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് നോം ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റന്റെ നോം എന്ന് പറയുന്നത് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതിയത് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് തന്നെയാണ്. നോക്കുക, ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റന്റെ കോൺജുഗേറ്റിനെ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതിയത് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് തന്നെയാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താ? റിയൽ കേസ് ആണ്. എന്ന് വെച്ചാൽ ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഒരു റിയൽ നമ്പർ ആണ്. ഒരു റിയൽ നമ്പറിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതേ നമ്പർ തന്നെയാണ്. അപ്പൊ നമുക്ക് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റന്റെ കോൺജുഗേറ്റിനെ എങ്ങനെ തന്നെ എഴുതാം? ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് തന്നെ എഴുതാം. അത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. അങ്ങനെയാണ്. പിന്നെ ബാക്കി എന്തുണ്ട്? ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് നോം ബീറ്റ സ്ക്വയർ എന്ന് വരും.
അങ്ങനെയാണെങ്കിൽ അവിടെ 2 ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ ഉണ്ട്, അതൊക്കെ കൂടി കൂട്ടി ലാസ്റ്റ് എന്ത് കിട്ടും? നോം ആൽഫ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് നോം ബീറ്റ സ്ക്വയർ എന്ന് വരും. അപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഒന്ന് നേരിട്ട് എഴുതാം. എന്താ കിട്ടിയിട്ടുള്ളത്? നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു നോം ആൽഫ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് നോം ബീറ്റ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ മൈനസിന്റെ ചെയ്യുന്നില്ല, കാരണം ഇനി ഒരുപാട് ലെങ്തി ആണ് ഈ ഒരു പ്രൂഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ വേണമെങ്കിൽ ഒന്ന് മൈനസ് ചെയ്ത് നോക്കിയാലും മതി, പെട്ടെന്ന് തന്നെ കിട്ടും. പ്ലസ് പോലെ തന്നെയാണ്, എളുപ്പമുള്ളതാണ്. അപ്പോൾ എങ്ങനെയാ അത് വരിക? സിമിലാർലി എങ്ങനെ കിട്ടും വെച്ചാല് ആൽഫ മൈനസ് ബീറ്റന്റെ സ്ക്വയർ, നോം ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടുക വെച്ചാല് നോം ആൽഫ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് നോം ബീറ്റ സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഒരു സംശയം ചോദിക്കട്ടെ. എന്താ സർ? നമ്മള് മോള് ഫസ്റ്റ് പ്രൂവ് ചെയ്തില്ലേ, കൺസിഡർ റിയൽ കേസ് അതില് ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് എങ്ങനെയാ വന്നത്? ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കോ? സാർ അത് ഇന്നലെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രോപ്പർട്ടി എങ്ങനെയായിരുന്നു? ഒരു ആൽഫ പ്ലസ് ബീറ്റ ഗാമ ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ഗാമ പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ഗാമ. ഫസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യണ്ടേ? അതുണ്ട്. അതിൽ ഇ എന്ന് പറഞ്ഞിട്ട് സാർ ഡെഫിനിഷനിൽ തന്നെ ഇ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി ഇല്ലേ, ആൽഫ ഇന്ന പ്രൊഡക്റ്റ് സി ബീറ്റ പ്ലസ് ഗാമ ആണെങ്കിൽ അതിലെങ്ങനെ എഴുതാം? സി കോൺജുഗേറ്റ് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ഗാമ കൂടെ. അങ്ങനെയാണ് ഇപ്പം സി കോൺജുഗേറ്റ് ഇപ്പൊ നമ്മളിപ്പോ ഒരു 1 അങ്ങനെ ഇത് എടുക്കുക. റിയൽ കേസിൽ അത് എങ്ങനെ 1 എടുക്കാന്ന്? അല്ല സാർ, ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാല് ഡെഫിനിഷനിൽ ഇ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് ഇന്ന പ്രൊഡക്റ്റിന്റെ. അത് പറയുന്നത് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് സി ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു സി കോൺജുഗേറ്റ് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ഗാമ എന്നാണ്. ഈ ഉപയോഗിച്ചിട്ടാണ് അവിടെ പ്രോപ്പർട്ടി അല്ലേ? അപ്പൊ ഞാൻ അതിന് ഈ സ്ഥലം നമ്മൾ സി എന്നുള്ളത് ഒരു 1 അങ്ങനെ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ കോംപ്ലക്സ് നമ്പർ തന്നെയാണല്ലോ. അപ്പൊ ഇങ്ങനെ വരും ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് ഗാമ വരൂലേ. അപ്പൊ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ഗാമ എന്ന് എഴുതിക്കൂടെ? ഓക്കെ സർ, ഞാൻ അത് ടെക്സ്റ്റിൽ നേരിട്ട് കൊടുത്തില്ല, അപ്പൊ ഞാൻ അതിന് അങ്ങനെ എടുത്ത് എഴുതിയതാണ്. അതെ, നമുക്ക് ആ പ്രോപ്പർട്ടി വെച്ച് നേരിട്ട് ഡിറൈവ് ചെയ്യാം. അല്ല, അതിൽ പറയുന്നുണ്ട് എ ബി സി ഉപയോഗിച്ച് ഇംപ്ലൈ എന്ന് പറയുന്നുണ്ട്, അത് നമുക്ക് ഡിറൈവ് ചെയ്യാം അല്ലേ? അപ്പൊ സർ ബാക്കി പറയട്ടെ? ഓക്കെ, അപ്പോ നമുക്ക് തെളിയിക്കേണ്ട ആൽഫ പ്ലസ് എന്തായിരുന്നു? ആൽഫ പ്ലസ് മൈനസ് ബീറ്റന്റെ നോം ആൽഫ പ്ലസ് മൈനസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു എന്താ? നോം ആൽഫ സ്ക്വയർ പ്ലസ് മൈനസ് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് നോം ബീറ്റ സ്ക്വയർ. അതില് നമുക്ക് ഇപ്പൊ 2 എണ്ണം കിട്ടിക്കഴിഞ്ഞു. ഇതിൽ റിയൽ കേസിൽ 2 എണ്ണം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി കോംപ്ലക്സ് കേസും കൂടി നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ കോംപ്ലക്സ് കേസിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെ ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് വരും? നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു എന്ത് എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ ഇന്ന പ്രൊഡക്റ്റ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് എടുക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി വെച്ച് നമുക്കറിയാം രണ്ടാമത്തെ ടേമിന് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എഴുതാം. ഫസ്റ്റ് എങ്ങനെ? ആൽഫ പ്ലസ് ബീറ്റ ഇന്ന പ്രൊഡക്റ്റ് ആൽഫ പ്ലസ് ബീറ്റ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ എന്ന് എഴുതാം. അത് കഴിഞ്ഞുള്ള സ്റ്റെപ്പിൽ നമുക്ക് ഫസ്റ്റ് ടേമിന് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാലോ. എങ്ങനെ വരും? ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ആൽഫ പ്ലസ് ബീറ്റ ഇന്ന പ്രൊഡക്റ്റ് ആൽഫ പ്ലസ് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് ബീറ്റ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ. ഇത് മുകളിൽ പറഞ്ഞ സെയിം സ്റ്റെപ്പ് ആട്ടോ, അതാ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ക്ലിയർ അല്ലേ? അപ്പൊ നോക്ക്, ഇനി 4ാമത്തെ സ്റ്റെപ്പാണ് പറയുന്നത്. അതും അതവിടെ പറഞ്ഞ അതേപോലെ തന്നെ വരുന്നത്. എന്താ? ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ആൽഫിനെ നമ്മൾ നോം ആൽഫ സ്ക്വയർ എന്ന് എഴുതി. അപ്പൊ ഇവിടെ ബീറ്റ ഇന്ന പ്രൊഡക്റ്റ് ആൽഫ ഉള്ളത്, അതിന് നമുക്ക് മാറ്റിയിട്ട് എന്താ? ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റന്റെ ടേംസിലേക്ക് വരുത്തണം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ബീറ്റ ഇന്ന പ്രൊഡക്റ്റ് ആൽഫ എന്ന് പറയുന്നത് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റന്റെ കോൺജുഗേറ്റിന് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ അതിന്റെ സ്ഥാനത്ത് ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റന്റെ കോൺജുഗേറ്റ് എന്ന് എഴുതി. പ്ലസ് എന്തുണ്ട്? ആൽഫ ഇന്ന പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് നോം ബീറ്റ സ്ക്വയർ എന്ന് വരും. ഇനി ഇവിടെ എന്താ വ്യത്യാസം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ കേസിൽ നമ്മൾ പറഞ്ഞു കോൺജുഗേറ്റ് സെയിം ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് കോംപ്ലക്സ് നമ്പറാണ്. കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് നമുക്ക് എപ്പോഴും സെയിം ആവില്ല, എപ്പോഴും സെയിം ആയിക്കൊള്ളുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. അതിനെ നമുക്കറിയാം ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും എങ്ങനെ എഴുതുന്നത് നമ്മൾ നേരത്തെ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടില്ലേ.
അതായത് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന് നമുക്ക് റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് എഴുതാമെന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു പ്രോപ്പർട്ടി വെച്ചാണ് നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത് കേട്ടോ. എന്താണ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ പറയുന്നത് ഈ ഒരു കേസിൽ കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് എഴുതാം. അപ്പൊ അതിന്റെ കോൺജുഗേറ്റ് എങ്ങനെയായിരിക്കും വരിക? ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റന്റെ കോൺജുഗേറ്റ് എങ്ങനെയായിരിക്കും വരിക? റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് വരും. അത് ഞാൻ സൈഡിൽ എഴുതിയിട്ടില്ല, അത് നിങ്ങൾ പിന്നെ നോട്ട് എഴുതുമ്പോൾ നോക്കിയാൽ മതി. അതൊക്കെ നമുക്കറിയാവുന്ന പ്രോപ്പർട്ടീസ് തന്നെയാണ്. അപ്പൊ നോക്കുക, ഞാൻ ഇവിടെ ഇപ്പൊ പറയാൻ പോകുന്നത് അഞ്ചാമത്തതാണ് സ്റ്റെപ്പ്. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ഞാൻ എങ്ങനെ എഴുതിയത്? നോം ആൽഫ സ്ക്വയർ പ്ലസ് ആ കോൺജുഗേറ്റിന് ഞാൻ മാറ്റി എഴുതി. എങ്ങനെയാ? ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് ഇനി മുകളിലുള്ളത് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ഉള്ളത്. അതിനെ വീണ്ടും നമുക്ക് ഇതേ മാറ്റി എഴുതാലോ. എങ്ങനെ വരും? റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ. ഇതിന്റെ ബാക്കിയുള്ളത് എന്താ? ഒരു നോം ബീറ്റ സ്ക്വയർ. അത് എഴുതി. ഈ സ്റ്റെപ്പ് ക്ലിയർ ആണോ പറഞ്ഞത്? ഹലോ, മനസ്സിലായിണ്ടോ? അല്ലെ ഇനി ഒന്നും കൂടി പറയണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇനി അപ്പൊ നോക്കുക, അവിടെ രണ്ട് ടേംസ് ക്യാൻസൽ ചെയ്യാണ്ടാവും. എന്താ? ഒരു മൈനസ് ഐ ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റയും ഒരു പ്ലസ് ഐ ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റയും നമുക്ക് അവിടെ ക്യാൻസൽ ചെയ്ത് പോകാണ്ടാവും. അപ്പൊ ബാക്കി എന്താ ഉണ്ടാവുക? നമുക്ക് ലാസ്റ്റ് കിട്ടുക എന്തെങ്കിലും വെച്ചാൽ ആൽഫ പ്ലസ് ബീറ്റ നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു നോം ആൽഫ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് നോം ബീറ്റ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ സിമിലർലി നമുക്ക് എങ്ങനെ എഴുതാം? അതിന്റെ ആൽഫ മൈനസ് ബീറ്റന്റെയും കാണാലോ. എങ്ങനെ വരും? ആൽഫ മൈനസ് നോം ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു നോം ആൽഫ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് നോം ബീറ്റ സ്ക്വയർ. അപ്പൊ നമുക്ക് കിട്ടേണ്ട ഇക്വേഷനിലേക്ക് നമ്മൾ രണ്ട് കേസിലും നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഏതാ? ഫസ്റ്റ് നമ്മൾ റിയലിൽ അതേ ഒരു ഇക്വേഷൻ കണ്ടെത്തി, അതുപോലെ തന്നെ കോംപ്ലക്സ് കേസിലും ആ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി. ഇത് ക്ലിയർ ആണോ പറഞ്ഞത്? ഈ ഒരു പ്രൂഫ് ക്ലിയർ ആണ്. അതെ, ക്ലിയർ ആണ്. ഇനി ഓക്കെ, ഇനി എന്താ സർ? നമ്മൾ ശരിക്കും കോംപ്ലക്സ് കേസിൽ മാത്രം പ്രൂവ് ചെയ്താൽ പോരെ? സർ മതി. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ചെയ്തത് എന്തായാലും നന്നായി. പക്ഷെ കോംപ്ലക്സ് കേസ് പ്രൂവ് ചെയ്താൽ മതി ശരിക്കും, കാരണം എല്ലാ റിയൽ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അതെ ആണ്, റിയൽ മാറ്റിയാ മതി. ഞാൻ പിന്നെ ഞാൻ പറഞ്ഞുള്ളൂ, എന്തായാലും ചെയ്തത് നന്നായി. ഓക്കെ സർ. ഓക്കെ, ഇനി മാത്രം. ഓക്കെ സർ. ഇനി അടുത്തത് രണ്ടാമത്തെ ഒരു ഒബ്സർവേഷൻ ആണ്. ഇൻ റിയൽ കേസ്, ഇവിടെ ഒരു റിയൽ കേസിന്റെ മാത്രം കേട്ടോ പറയുന്നത്. ഈ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ഈക്വൽ ടു 1/4 നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് 1/4 നോം ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ ആണ്. അപ്പൊ എന്താ പറയുന്നത്? നമ്മൾ എടുക്കുന്ന ഫീൽഡ് ഒരു റിയൽ ഫീൽഡ് ആണെങ്കിൽ അവിടെയുള്ള ഇന്നർ പ്രൊഡക്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാ പറയുന്നത്? 1/4 നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് 1/4 നോം ആൽഫ മൈനസ് ബീറ്റ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ഇത് ഏതാ? റിയൽ കേസിന് മാത്രമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോ ഓൾറെഡി ആൽഫ പ്ലസ് ബീറ്റ നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയറും അതേമാതിരി നോം ആൽഫ മൈനസ് ബീറ്റ സ്ക്വയറും നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടെത്തിയില്ലേ ഫസ്റ്റ് പാർട്ടില്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണ് കണ്ടെത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ഞാൻ ആദ്യം എഴുതിയിട്ടുണ്ട്. എന്താണ്? റിയൽ കേസിലുള്ള ആൽഫ പ്ലസ് മൈനസ് ബീറ്റന്റെ സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. റിയലിന്റെ, കാരണം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന റിയൽ കേസ് ഇല്ല. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ മാത്രം മതി. എന്താ? നോം ആൽഫ പ്ലസ് മൈനസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു നോം ആൽഫ സ്ക്വയർ പ്ലസ് മൈനസ് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് നോം ബീറ്റ സ്ക്വയർ. പിന്നെ ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ മാറ്റിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നമുക്ക് റിയൽ നമ്പേഴ്സിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? അത് തന്നെയല്ലേ. കോംപ്ലക്സ് നമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും വേറെ നോക്കണ്ടുള്ളൂ. റിയൽ നമ്പേഴ്സിന്റെ റിയൽ പാർട്ട് പറയുന്നത് എന്താണ്? ആ നമ്പർ തന്നെയാണ്.
അപ്പൊ നമുക്ക് ആ 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് തന്നെ എഴുതാം. അപ്പൊ അതാണ് ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എഴുതിയിട്ടുള്ളത്. നോക്കുക, നോം ആൽഫ പ്ലസ് മൈനസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു നോം ആൽഫ സ്ക്വയർ പ്ലസ് മൈനസ് 2 ഇൻറ്റു ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് നോം ബീറ്റ സ്ക്വയർ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പൊ ഇതിന്ന് നമുക്ക് നോക്കാം എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. എന്താണ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ? അതിൽ ഞാൻ പറഞ്ഞു നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ റൈറ്റിലുള്ള ടേംസ് എന്തൊക്കെയാ ഉള്ളത്? ആ 1/4 ഒന്ന് ജസ്റ്റ് മാറ്റി നിർത്തിയാൽ അവിടെ എന്താ ഉള്ളത്? ആൽഫ നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് നോം ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ അല്ലേ ഉള്ളത്. ആ 1/4 ജസ്റ്റ് മാറ്റി വെക്കുക. അപ്പൊ ബാക്കി എവിടെ എന്താ ഉള്ളത്? നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് നോം ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആ രണ്ടെണ്ണം ആ ഒരു കാര്യം നമ്മളിവിടെ കണ്ടെത്താൻ പോവാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് നോം ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ എന്ന് എഴുതി. അപ്പൊ നമുക്ക് തൊട്ട് മുകളിലുള്ള ഇക്വേഷനിൽ നിന്ന് നോം ആൽഫ പ്ലസ് ബീറ്റ എന്താണെന്നും നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ എന്താണെന്നും നോം ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ എന്താണെന്നും തൊട്ട് മുമ്പിലുള്ള ഇക്വേഷനിൽ കിട്ടുമല്ലോ. അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് വരുന്നത്? നോം ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് നോം ബീറ്റ സ്ക്വയർ മൈനസ് നോം ആൽഫ സ്ക്വയർ മൈനസ് 2 ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് നോം ബീറ്റ സ്ക്വയർ. പിന്നെ നമ്മൾ മൈനസ് എന്ത് ചെയ്യുക? ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് എടുത്ത് ഗുണിക്കുക. അങ്ങനെ കുറച്ച് ടേംസ് ക്യാൻസൽ ചെയ്യാനുണ്ടാവും. എന്താണ്? ഒരു നോം ആൽഫ സ്ക്വയറും അതുപോലെ തന്നെ നോം ബീറ്റ സ്ക്വയറും ഒക്കെ ക്യാൻസൽ ചെയ്യാനുണ്ടാവും. ബാക്കി അവിടെ എന്താ ഉണ്ടാകുക? ഒരു 4 ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് കിട്ടിയതിനെ നമ്മളൊന്ന് മാറ്റി എഴുതാം. എന്താ നമുക്കിപ്പോ കിട്ടിയത്? നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് നോം ആൽഫ സ്ക്വയർ എന്ന് ചെയ്തപ്പം എന്ത് കിട്ടി? ഈക്വൽ ടു 4 ഇൻറ്റു ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് കിട്ടി. ഇത് ക്ലിയർ ആണോ? മനസ്സിലായി. ഓക്കെ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് വേണ്ട ഇക്വേഷൻ എങ്ങനെയാ? 1/4 എന്നുള്ള ടേമിലല്ലേ. അപ്പൊ നമുക്ക് ആ 1/4 കൂടി അല്ലേ ഇനി ആവശ്യമുള്ളൂ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ത്രൂ ഔട്ട് എന്ത് ചെയ്യുക? ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? 1/4 നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് 1/4 നോം ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ. അതായിരുന്നു നമുക്ക് വേണ്ട ഇക്വേഷൻ. അതിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരിട്ട് എഴുതാം. നമുക്ക് തന്ന രീതിയിൽ തന്നെ എഴുതാം. തിരിച്ചെഴുതി അങ്ങനെ വരും. ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ഈക്വൽ ടു 1/4 നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് 1/4 നോം ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ. ഈ ഒരു പ്രൂഫ് മനസ്സിലായോ? ഇനി നമുക്ക് അടുത്തത് ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു ഇന്നർ പ്രൊഡക്റ്റിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് റിയൽ കേസിലാണ്. അതേമാതിരി തന്നെ ഈ ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റയ്ക്ക് കോംപ്ലക്സ് കേസിൽ വേറൊരു ഇക്വേഷൻ ഉണ്ട്. അത് രണ്ടാണ്. അപ്പോൾ ആ രണ്ടാമത്തെ കോംപ്ലക്സ് കേസിലുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഇക്വേഷൻ ആട്ടോ. ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1/4 നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് 1/4 നോം ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ പ്ലസ് i/4 നോം ആൽഫ പ്ലസ് ഐ ബീറ്റ സ്ക്വയർ മൈനസ് i/4 നോം ആൽഫ മൈനസ് ഐ ബീറ്റ സ്ക്വയർ. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാനും നമ്മൾ മുകളിൽ ചെയ്ത് അതേമാതിരി തന്നെ ചെയ്യുന്നത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അതായത് റൈറ്റിലുള്ള ടേംസ് ഒക്കെ കണ്ടെത്തിയിട്ട് ഇതിൽ വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തു നോക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റയിലേക്ക് എത്തിക്കുക ചെയ്യുന്നത്. അപ്പൊ നോക്കുക, റൈറ്റിലുള്ള ടേംസിൽ നമുക്ക് രണ്ടെണ്ണം നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയറും നോം ആൽഫ മൈനസ് ബീറ്റ സ്ക്വയറും നമ്മൾ ഓൾറെഡി കോംപ്ലക്സ് കേസിൽ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്, ഇല്ലേ? അപ്പൊ നമുക്ക് ആ രണ്ടിന്റെ ഇക്വേഷൻ വെച്ച് ഫസ്റ്റ് നമുക്ക് എഴുതാലോ. അപ്പൊ ആ ഇക്വേഷൻ ഒന്ന് ഞാൻ ഫസ്റ്റ് എഴുതി. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ നോക്കുക, ഇക്വേഷനിൽ എങ്ങനെയുള്ളത്? നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് ആണുള്ളത്. മൈനസ് നോം ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് നോം ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ ചെയ്തു. ഈക്വൽ ടു എന്ത് വരും? അതിന്റെ ഇക്വേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കിട്ടുക? നോം ആൽഫ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് നോം ബീറ്റ സ്ക്വയർ മൈനസ് നോം ആൽഫ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് നോം ബീറ്റ സ്ക്വയർ എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ മൈനസ് ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ടേംസ് അവിടെ ക്യാൻസൽ ചെയ്യാൻ പോകും. അവസാനം അവിടെ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? ഒരു 4 റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്നാ വരിക. അപ്പൊ നമുക്ക് കിട്ടിയതിനെ നമുക്ക് ഒരു ഇക്വേഷൻ ആക്കി എഴുതാം. എന്താ കിട്ടിയിട്ടുള്ളത്? നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് നോം ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു
4 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇൻറ്റു പ്രൊഡക്റ്റ് ബീറ്റ എന്ന് കിട്ടും. ഇനി ഞാൻ തൽക്കാലം ഇക്വേഷൻ 1 കൊടുത്തു. ഇത് ക്ലിയർ അല്ലേ? അതെ, മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് നോക്കാം. ഇക്വേഷനിൽ 4 ടേംസ് ഉണ്ട്. അതിൽ 2 ടേംസിന്റെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ കാണുന്നത് ഒരു നോം ആൽഫ പ്ലസ് ഐ ബീറ്റ ഉണ്ട്, ഒരു നോം ആൽഫ മൈനസ് ഐ ബീറ്റ ഉണ്ട്. നമ്മളിവിടെ നോം ആൽഫ പ്ലസ് ബീറ്റയും നോം ആൽഫ മൈനസ് ബീറ്റയെ കണ്ടിട്ടുള്ളൂ, ഐ ബീറ്റന്റെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ആ ടേംസ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ അതാണ് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്താ, നോം ആൽഫ പ്ലസ് ഐ ബീറ്റ നമ്മൾ കാണും, ഇതിന്റെ സിമിലർലി ഇട്ടിട്ട് നോം ആൽഫ മൈനസ് ഐ ബീറ്റ നമ്മൾ എഴുതും. ക്ലിയർ ആണോ? എന്താ ചെയ്യാൻ പോകുന്നത്? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് എഴുതി, നോം ആൽഫ പ്ലസ് ഐ ബീറ്റ സ്ക്വയർ ആദ്യം എഴുതി. അപ്പൊ നമുക്കറിയാം നോം ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ആണ്. അപ്പം നോം ആൽഫ പ്ലസ് ഐ ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആൽഫ പ്ലസ് ഐ ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ പ്ലസ് ഐ ബീറ്റ എന്ന് വരും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുക, നമ്മുടെ രണ്ടാമത്തെ ടേംസിലുള്ളതിന് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ എന്ത് വന്നു, ആൽഫ പ്ലസ് ഐ ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ പ്ലസ് ഐ ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ഐ ബീറ്റ എന്ന് വന്നു. ഇനി മൂന്നാമത്തേലേക്ക് എങ്ങനെയാണ് നമ്മൾ വന്നത്, അതിൽ മുകളിലുള്ള ഫസ്റ്റ് ടേംസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എങ്ങനെ വരും, ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ പ്ലസ് ഐ ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ എന്ന് വരും. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. രണ്ടാമത്തെ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യണം, എങ്ങനെ വരും, ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ഐ ബീറ്റ പ്ലസ് ഐ ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ഐ ബീറ്റ എന്ന് വരും. ഇപ്പൊ കേൾക്കാവോ? ഹലോ ഇപ്പൊ ശരിയായി. ഹലോ, ഓക്കെ. എവിടെയാ കേട്ട്? ഫസ്റ്റ് ഇത് ഭാഗം ഒന്നും കൂടി പറയണോ? ഇല്ല, ഓക്കെ, ഞാൻ സെക്കൻഡ് പറയാം. സ്റ്റെപ്പ് കേട്ടു. ഓക്കെ. സെക്കൻഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് പാർട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ വരും, ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ പ്ലസ് ഐ ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ പ്ലസ് പിന്നെയോ ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ഐ ബീറ്റ പ്ലസ് ഐ ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ഐ ബീറ്റ എന്ന് വരും. ഇനി ഫോർത്ത് സ്റ്റെപ്പിലേക്ക് നോക്കുക. ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫനെ ഞാൻ എങ്ങനെ എഴുതിയത്, നോം ആൽഫ സ്ക്വയർ എന്ന് എഴുതി. ഇനി നോക്കുക, ഐ ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ എന്നുള്ളതിനെ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതിയിട്ടുള്ളത്, ഐ ഇൻറ്റു ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ എന്നാണ്. ഇതും എന്താണ്, ഈ ഒരു ഇന്നർ പ്രൊഡക്റ്റിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. ആ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഞാൻ സൈഡിൽ എഴുതിയിട്ടില്ല. സി ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ആണെങ്കിൽ സി ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ എന്ന് പറയുന്നത് ഈക്വൽ ടു സി ഇൻറ്റു ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫയാണ്. എന്താണ്, സി ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ഈക്വൽ ടു സി ഇൻറ്റു ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫയാണ്. അങ്ങനെയാണ് ഇവിടെ ഐ ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫനെ നമുക്ക് എങ്ങനെ എഴുതാം, ഐ ഇൻറ്റു ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ എന്ന് എഴുതാം. ഇത് ക്ലിയർ ആണോ? ഞാൻ സൈഡിൽ എഴുതിയിട്ടില്ല. മനസ്സിലായി. അത് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലെ മൂന്നാമത്തെ ടേം നോക്കാട്ടോ. അതെന്താ, ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ഐ ബീറ്റ ആണ്. അപ്പൊ ഞാൻ ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ഐ ബീറ്റ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് രണ്ടാമത്തെ ടേമിലാണ് കോൺസ്റ്റന്റ് വരുന്നതെങ്കിൽ അതിനെ പുറത്തെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കോൺജുഗേറ്റ് എടുക്കണം. നമ്മൾ ഫസ്റ്റ് ടേമിൽ ഐ വന്നപ്പോൾ നമുക്ക് നേരിട്ട് പുറത്തെടുക്കാം. പക്ഷെ രണ്ടാമത്തെ ടേമിലാണ് ഇന്നർ പ്രൊഡക്റ്റിന് ശേഷം വരുന്നുള്ളതിലാണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ കോൺജുഗേറ്റ് പുറത്തെടുക്കണം. അപ്പൊ എങ്ങനെയാ വരിക, ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ഐ ബീറ്റനെ നേരെ താഴേക്ക് നോക്കുക. എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, ഐ കോൺജുഗേറ്റ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് എഴുതുക. ഇതും എന്താണ്, ഇതിന്റെ പ്രോപ്പർട്ടിയാണ്. പ്ലസ് പിന്നെ എന്ത് വരും, ഇതുപോലെ മൂന്നാമത്തെ ഈ ഒരു ലൈനിലെ ലാസ്റ്റ് ടേം നോക്കേ, ഐ ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ഐ ബീറ്റയിൽ നിന്ന് ഞാൻ ഫസ്റ്റത്തെ ഐനെയാണ് ആദ്യം പുറത്തെടുക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ടേമിലുള്ള കോൺസ്റ്റന്റിനെ പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് പുറത്തെടുക്കാം. അപ്പൊ എങ്ങനെ വരും, ഐ ഇൻറ്റു ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ഐ ബീറ്റ എന്ന് എഴുതാലോ. ആ ഒരു ലൈൻ, നാലാമത്തെ ലൈൻ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായിണ്ടോ? മനസ്സിലായി. ഓക്കെ, ഇതൊക്കെ ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ, പ്രൊഡക്റ്റിന്റെ, അത് വെച്ചിട്ട് എഴുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പൊ ഞാൻ പറയുമ്പോൾ നാലാമത്തെ സ്റ്റെപ്പും അഞ്ചാമത്തെ സ്റ്റെപ്പും കമ്പയർ ചെയ്ത് നോക്കണേ എങ്ങനെയാ വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പൊ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ എങ്ങനെയാന്ന് വെച്ചാൽ നോം ആൽഫ സ്ക്വയറിനെ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ഇനി നാലാമത്തെ സ്റ്റെപ്പിലെ രണ്ടാമത്തെ ടേമിനെ എങ്ങനെയാ മാറ്റി എഴുതുന്നത് നമ്മൾ പറഞ്ഞു. നാലാമത്തെ സ്റ്റെപ്പിൽ രണ്ടാമത്തെ ടേം ആണ് ഐ ഇൻറ്റു ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ആണുള്ളത്. അപ്പൊ ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, അത് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റന്റെ കോൺജുഗേറ്റിന് ഈക്വൽ ആണ്.
അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അങ്ങനെ എഴുതാം, അതിനെ ഐ ഇൻറ്റു ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ കോൺജുഗേറ്റ് എന്ന് എഴുതാം. ഇനി പിന്നെ തൊട്ട് നോക്കാം, മുകളിൽ പിന്നെ ഏതാ ടേം ഉള്ളത്, ഐ കോൺജുഗേറ്റ് ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ ആണ്. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ അതിന് അങ്ങനെ തന്നെ എഴുതി, ഐ കോൺജുഗേറ്റ് ഇൻറ്റു ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് എഴുതി. ഇനി ലാസ്റ്റ് ടേമിനെ നോക്കുക. ലാസ്റ്റ് ടേം എന്താ ഉള്ളത്, ഐ ഇൻറ്റു ബീറ്റ ഇൻ പ്രൊഡക്റ്റ് ഐ ബീറ്റ ആണ്. അതിലെ ആ ബീറ്റ ഇൻ പ്രൊഡക്റ്റ് ഐ ബീറ്റയിലെ രണ്ടാമത്തെ ടേമിലുള്ള ഐനെ നമ്മൾ പുറത്തെടുക്കണ്ടേ? അങ്ങനെ പുറത്തെടുക്കുമ്പോൾ അതെന്താവും, കോൺജുഗേറ്റ് വരണം. ഓൾറെഡി ഒരു ഐ പുറത്തുണ്ട് കേട്ടോ, അതിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യും, രണ്ടാമത്തെ ടേമിലുള്ള ഐനെ പുറത്തെടുക്കുമ്പോൾ അത് കോൺജുഗേറ്റ് ആയി വരും. അപ്പൊ എങ്ങനെ വരും അത്, ഐ ഇൻറ്റു ഐ കോൺജുഗേറ്റ് ബീറ്റ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ ആണ് വന്നു. ആ അഞ്ചാമത്തെ സ്റ്റെപ്പ് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, അങ്ങനെ ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. ആറാമത്തെ സ്റ്റെപ്പിൽ എങ്ങനെ വരും, നോം ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ അതുപോലെ എഴുതി. ഇനിയോ ഐ ഇൻറ്റു ആൽഫ ബീറ്റ, ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ കോൺജുഗേറ്റും അതുപോലെ എഴുതി. ഇത് നമ്മൾ പറഞ്ഞു ഐ കോൺജുഗേറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഐ ആണെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ. അപ്പോ എന്താണ്, ഐ കോൺജുഗേറ്റിന്റെ സ്ഥാനത്ത് നമുക്ക് അടുത്ത ലൈനിൽ എന്ത് കൊടുക്കാം, മൈനസ് ഐ എന്ന് കൊടുക്കാം. എന്ത് വരും, മൈനസ് ഐ ഇൻറ്റു ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് വരും. പ്ലസ് പിന്നെയോ ഐ ഇൻറ്റു ഐ കോൺജുഗേറ്റ്, ഐ കോൺജുഗേറ്റ് എന്താ, മൈനസ് ഐ. അപ്പൊ ഐ ഇൻറ്റു മൈനസ് ഐ എന്ന് പറയുന്നത് എന്താ, 1 ആയിരിക്കും. കാരണം ഐ ഇൻറ്റു ഐ -1, പിന്നീട് മൈനസും കൂടി ഉണ്ട്, സോ 1 ആയിരിക്കും. 1 ഉണ്ടാവും. പിന്നെ ബീറ്റ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, നോം ബീറ്റ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ടേം എന്ന് കിട്ടി, പ്ലസ് നോം ബീറ്റ സ്ക്വയർ എന്ന് കിട്ടി. ഇത് ഈ ഒരു സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? അടുത്ത പറയട്ടെ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, ഇനി നോക്കുക, നോം ആൽഫ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റന്റെ കോൺജുഗേറ്റ്. അത് നമ്മൾ നേരത്തെ എഴുതിയ പോലെ മാറ്റി എഴുതാൻ പോവുകയാണ്. ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റന്റെ കോൺജുഗേറ്റ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇവിടെയുള്ള കോംപ്ലക്സ് കേസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എടുക്കുന്ന രീതിയിൽ അതിനെ മാറ്റി എഴുതണം. എങ്ങനെ എഴുതുക, റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ മൈനസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് വരും. പിന്നെയോ മൈനസ് ഐ ഇൻറ്റു ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റനെ എങ്ങനെ എഴുതാം, റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ. പിന്നെ ബാക്കി എന്തുണ്ട്, ഒരു പ്ലസ് നോം ബീറ്റ സ്ക്വയറും ഉണ്ട്. ഇത് ക്ലിയർ ആയില്ല? അടുത്ത സ്റ്റെപ്പ് പറയട്ടെ. അടുത്തത് നോം ആൽഫ സ്ക്വയർ അതുപോലെ എഴുതി. അതുപോലെ നമ്മൾ ആ മൈനസ് ഉള്ളതൊക്കെ എന്ത് ചെയ്തു, ഉള്ളോട്ടെടുത്ത് ഗുണിച്ചു. അങ്ങനെ എഴുതുമ്പോൾ ഇനി നമുക്ക് അവിടെ കുറച്ച് ടേംസ് ക്യാൻസൽ ചെയ്ത് പോകാനുണ്ടാവും. ഒരു പ്ലസ് ഐ ആർ റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റയും അതുപോലെ ഒരു മൈനസ് ഐ റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റയും ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകാനുണ്ടാവും. അവസാനം നമുക്ക് എന്താ കിട്ടുകയെന്ന് വെച്ചാൽ നോം ആൽഫ പ്ലസ് ഐ ബീറ്റ സ്ക്വയർ ഈക്വൽ ടു നോം ആൽഫ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് നോം ബീറ്റ സ്ക്വയർ എന്ന് കിട്ടി. ഇത് ക്ലിയർ അല്ല എങ്ങനെ കിട്ടിയെന്ന്? അവർക്ക് സംശയം ഉണ്ടോ? ഇല്ല, മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണ്. സിമിലർലി നമുക്ക് എങ്ങനെ അതിന്റെ മൈനസ് കേസ് എഴുതാലോ? എങ്ങനെ വരും, ആൽഫ മൈനസ് ഐ ബീറ്റ സ്ക്വയർ, നോം ആൽഫ മൈനസ് ഐ ബീറ്റ സ്ക്വയർ എങ്ങനെ എഴുതാം, നോം ആൽഫ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് നോം ബീറ്റ സ്ക്വയർ എന്ന് വരും. ഇനി നോക്കുക, ഇനി നമുക്ക് ഇത്രയും വേണ്ട ടേംസ് ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെയുള്ള ഓപ്പറേഷൻസ് ഇനി എന്താ വേണ്ടേ നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, ഇവിടെ നമുക്ക് വേണ്ടിയിരുന്നത് എന്താ, ഒരു നോം ആൽഫ പ്ലസ് ഐ ബീറ്റന്റെ സ്ക്വയറും പിന്നെ ഒരു മൈനസ് വരുന്നത് എന്താ, മൈനസ് ഇട്ടിട്ടാണ് പിന്നെ ഒരു നോം ആൽഫ ഐ ബീറ്റന്റെ സ്ക്വയർ നമുക്ക് തെളിയിക്കേണ്ട ഇക്വേഷനിൽ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നോം ആൽഫ പ്ലസ് ഐ ബീറ്റ സ്ക്വയർ മൈനസ് നോം ആൽഫ മൈനസ് ഐ ബീറ്റ സ്ക്വയർ കാണുകയാണ്. അതായത് നമുക്ക് എന്താണോ ആ ഇക്വേഷനിലുള്ളത് ആ ടേംസിന്റെ രീതിയിൽ നമ്മൾ എടുക്കുക, അതാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ അവസാനം നമുക്ക് എന്താ കിട്ടുക വെച്ചാല് 4 ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് കിട്ടും. അതൊന്നും ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് നമുക്കറിയാവുന്ന ആ ഇക്വേഷൻ കൊടുക്കുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്, അതൊന്ന് എടുത്തെഴുതാൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താ, നോം ആൽഫ പ്ലസ് ഐ ബീറ്റ സ്ക്വയർ മൈനസ് നോം ആൽഫ മൈനസ് ഐ ബീറ്റ സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ഹലോ, ബാക്കി പറയട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കിട്ടി കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നോക്കുക, ഇനി നമ്മൾ ആ ഇക്വേഷൻ നോക്കുക. നമ്മൾ പറഞ്ഞ നമ്മൾ റൈറ്റ് പാർട്ടിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതായിരുന്നു ഇക്വേഷൻ 3 നട്ടുകൾ കേട്ടോ. അതിൽ എന്താ ഉള്ളത്? ആ 1/4 എന്നുള്ളത് ഒഴിവാക്കുകയാണെങ്കിൽ അവിടെ എന്താ ഉള്ളത്? ആ 1/4 ഇപ്പൊ ഒന്ന് മാറ്റി വെച്ചേക്കുക. അപ്പൊ ബാക്കി അവിടെ എന്താ ഉള്ളത്? ഒരു നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ ഉണ്ട്, മൈനസ് ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ ഉണ്ട്, പ്ലസ് ഐ ഇൻറ്റു നോം ആൽഫ പ്ലസ് ഐ ബീറ്റ സ്ക്വയർ ഉണ്ട്, മൈനസ് ഐ ഇൻറ്റു നോം ആൽഫ മൈനസ് ഐ ബീറ്റ സ്ക്വയർ ഉണ്ട്. അപ്പൊ ആ -4 ഒഴിവാക്കിയിട്ടുള്ള ബാക്കി ടേംസിനൊക്കെ നമ്മൾ നോട്ട് എഴുതി. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിലെ പല ടേംസും നോക്കാം. നമ്മൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നോക്കുക. അവിടെ മൂന്നാമത്തെ ടേമിലും 4ാമത്തെ ടേമിലും ഐ എന്തുണ്ട്? കോമൺ ആയിട്ടില്ലേ? ആ ഐ നമ്മൾ എന്ത് ചെയ്തു? കോമൺ ആയിട്ടുള്ളതിനെ കൊണ്ട് പുറത്തേക്ക് എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ 2ാമത്തെ സ്റ്റെപ്പ് എങ്ങനെ വരും? നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് നോം ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു നോം ആൽഫ പ്ലസ് ഐ ബീറ്റ സ്ക്വയർ മൈനസ് നോം ആൽഫ മൈനസ് ഐ ബീറ്റ സ്ക്വയർ എന്ന് വരും. അപ്പൊ ഈ സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ ഇക്വേഷൻ ആണ്. ഒന്നാമത്തെ ഇക്വേഷൻ എന്താ? നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് നോം ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇൻ ദ പ്രൊഡക്റ്റ് ബീറ്റ ആണ്. അപ്പൊ അതിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? 4 റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇൻ ദ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് കൊടുക്കാലോ. അത് നമ്മൾ കൊടുത്തു. ഇനിയോ ആ ഐ കഴിഞ്ഞുള്ള ടേം എന്ന് പറഞ്ഞത് നമ്മളെ 2ാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് എന്ന് പറയുന്നത് എന്താ? 4 ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ ആണ്. അപ്പം ഐക്ക് ശേഷമുള്ള ടേമിനെ നമുക്ക് റിപ്ലേസ് ചെയ്ത് എഴുതാം. 4 ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് എഴുതി. അപ്പൊ ആ കിട്ടിയ മൂന്നാമത്തെ ടേമിൽ 2 എണ്ണത്തിനും 4 എന്തുണ്ട്? കോമൺ ആയിട്ടില്ലേ? ആ 4 നമ്മൾ പുറത്തെടുത്ത് നമുക്ക് എന്തുണ്ട്? റിയൽ പാർട്ട് ഓഫ് ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് വെച്ചാൽ എന്താണ്? അത് കോംപ്ലക്സ് നമ്പറിനെ എക്സ്റ്റെൻഡ് ചെയ്ത ഫോം അല്ലേ? അപ്പൊ എന്നാ ഒരു ടേമിനെ നമുക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് കിട്ടിയ കാര്യം നമ്മളൊന്ന് ഒരുമിച്ച് എഴുതാണ്. എന്താ ഇപ്പൊ കിട്ടിയിട്ടുള്ളത്? നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് നോം ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു നോം ആൽഫ പ്ലസ് ഐ ബീറ്റ സ്ക്വയർ മൈനസ് ഐ ഇൻറ്റു നോം ആൽഫ മൈനസ് ഐ ബീറ്റ സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് തെളിയിക്കേണ്ടതില് നമ്മൾ പറഞ്ഞു ഒക്കെ 1/4 ഉള്ളതാ. അപ്പൊ നമുക്ക് ഇവിടെ എന്തിന്റെ ഒരു കുറവേ ഉള്ളൂ? ഈ ഇക്വേഷനിൽ നമുക്ക് കിട്ടേണ്ട ഇക്വേഷനിലേക്ക് ഒരു 4 കുറവേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 4 കൊണ്ട് 2 ഔട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 1/4 നോം ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് 1/4 നോം ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ പ്ലസ് I/4 നോം ആൽഫ പ്ലസ് ഐ ബീറ്റ സ്ക്വയർ മൈനസ് I/4 നോം ആൽഫ മൈനസ് ഐ ബീറ്റ സ്ക്വയർ ഈക്വൽ ടു ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് കിട്ടി. എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് തെളിയിക്കേണ്ടത്? ആ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഇക്വേഷനെ ഇത്രയും പറഞ്ഞ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. ഇനി ഈ ഒരു ഇക്വേഷൻ നമുക്കൊന്ന് മാറ്റി എഴുതാം. എന്നിപ്പോ വലിയ ലെങ്തി ടേം അല്ലേ, അതിനൊന്ന് നമുക്ക് സമ്മേഷന്റെ രൂപത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി എഴുതാണെങ്കിൽ എങ്ങനെ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റ ഈക്വൽ ടു 1/4 ഇൻറ്റു സമ്മേഷൻ n ഈക്വൽ ടു 1 to 4 I raised to n നോം ആൽഫ പ്ലസ് I raised to n ബീറ്റ സ്ക്വയർ. ഇതിനൊന്നും ചെയ്യേണ്ട. ഈ ഒരു n എന്നുള്ളതിന് 1 മുതൽ 4 വരെ കൊടുത്തിട്ട് ഈ ടേംസ് നമ്മൾ സം ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് മുകളിൽ കിട്ടിയ അതേ ഒരു ഇക്വേഷൻ തന്നെ കിട്ടാം. അപ്പൊ അതിനൊന്ന് ചുരുക്കി എഴുതിയെന്നേ ഉള്ളൂ. ഈ ഒരു ഭാഗം ക്ലിയർ അല്ലേ? അടുത്തതിൽ പറയട്ടെ. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഇവിടെ 2ാമത്തെയും 3ാമത്തെയും ഇക്വേഷൻ കിട്ടിയിട്ടില്ലേ? ഈ ഒരു ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റയ്ക്ക് റിയലിന്റെ കേസിലും അതുപോലെ കോംപ്ലക്സിന്റെ കേസിലും നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയിട്ടില്ലേ? ഈ 2 ഇക്വേഷന് ഒരു പേര് പറയും. ആ പേരാണ് പോളറൈസേഷൻ ഐഡന്റിറ്റീസ്. എന്താണ് പോളറൈസേഷൻ ഐഡന്റിറ്റീസ്? ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ തെളിയിച്ചതിലെ 2ാമത്തെയും 3ാമത്തെയും ഇക്വേഷൻ കേട്ടോ. അതായത് ആൽഫ ഇൻ പ്രൊഡക്റ്റ് ബീറ്റയുടെ റിയൽ കേസിലുള്ളതും അതുപോലെ തന്നെ കോംപ്ലക്സ് കേസിലുള്ള 2 വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളറൈസേഷൻ ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ സർ, എന്റെ പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. Okay. The class was very well done. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക്സ് സർ. You explained a lot. എനിക്ക് തോന്നുന്നു അധികം സംശയങ്ങൾ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. അപ്പൊ നാളെ സ്നേഹ എടുക്കല്ലോ അല്ലെ?
സ്നേഹ നാളത്തേക്ക് ഞാൻ നോക്കും. ഓക്കെ. സ്നേഹം പിന്നെ അടുത്താളും പ്രിപ്പയർ ചെയ്യാം. അടുത്ത എനിക്ക് അനീഷ അല്ലേ? അതെ സർ. ഓക്കെ. ഞാൻ രണ്ടുപേരും പ്രിപ്പയർ ചെയ്യും. ഓക്കെ. വേറെ ഒന്നുമില്ല. പിന്നെ എന്ത് ചോദിക്കാം, അല്ലെങ്കിൽ വിൽ സ്റ്റോപ്പ്. ആർക്കെങ്കിലും ഏത് പറ്റി സംശയമുള്ള ഇനിയോ? ഇല്ല, ക്ലിയർ ആണ്. ഒരു കാര്യം ചോദിക്കട്ടെ അനക? സർ. നമ്മൾ ഇപ്പം ഒരു വെക്ടർ സ്പേസ് എടുത്തു, നമ്മളിപ്പോ ഒരു ഇന്നർ പ്രോഡക്റ്റ് കണ്ടു. ഒരു വെക്ടർ സ്പേസിൽ എത്ര ഇന്നർ പ്രോഡക്റ്റ് ഉണ്ടാവും? എത്ര ഇന്നർ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യാം ഒരു വെക്ടർ സ്പേസിന്? ഒരു വെക്ടർ സ്പേസിന്റെ കേസിൽ എത്ര ഇന്നർ പ്രൊഡക്ട്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? അത് സർ നമ്മൾ എടുക്കുന്ന ആൽഫ ബീറ്റ അതിന്റെ കോമ്പിനേഷൻ അനുസരിച്ചിരിക്കൂലേ? എങ്ങനെ? ഇപ്പൊ ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ എന്ന് പറയുന്നതേ നമ്മൾ ആൽഫയും ബീറ്റയും ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാറില്ലേ? ഞാൻ ഉദ്ദേശിച്ച ഫംഗ്ഷൻ ആണ്. ആൽഫ ബീറ്റ പറഞ്ഞാല് വെക്ടർ സ്പേസിലെ എലിമെന്റ്സ് ആണല്ലോ. അപ്പൊ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ആണല്ലോ. അങ്ങനത്തെ എത്ര ഫംഗ്ഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചത്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടത് ഇപ്പം ഫസ്റ്റ് എക്സാമ്പിള് ഒരു കേസാണ്, അതായത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് ആണ് അല്ലേ? ആ സെക്കൻഡ് എക്സാമ്പിളില് R2ന്റെ കേസിൽ വേറൊരു ഇന്നർ പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടു അല്ലേ? അപ്പൊ ഒന്ന് കൂടുതൽ എന്തായാലും ഉണ്ട്. ഫസ്റ്റ് കേസിൽ നിങ്ങൾക്ക് R2ന്റെ കേസിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ വേണിച്ച് പറയാം. എക്സാമ്പിൾ 2 R2ന്റെ കേസിൽ വേറൊരു ഇന്നർ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ 271 പേജില് രണ്ട് എക്സാമ്പിൾ ഞാൻ പറയുന്നത്. ഇത് ഒന്ന് കൂടുതൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം ഇന്നർ പ്രൊഡക്ട്സ്. ഓക്കെ. അപ്പം ഓക്കെ. അപ്പൊ ഈ നോം എന്ന് പറയുന്നത് അത് വെക്ടർ സ്പേസ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ. നിങ്ങൾ മെട്രിക് സ്പേസ് പഠിച്ചിട്ടുണ്ടോ? മെട്രിക് സ്പേസസ് റിയൽ അനാലിസിസ് പേപ്പർ അല്ലേ, റൂഡിന്റെ ബുക്ക്? പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞോ ക്ലാസ് ഒക്കെ? കഴിഞ്ഞ്. ഈ മെട്രിക് സ്പേസും ഈ ഒരു ഇന്നർ പ്രോഡക്റ്റ് സ്പേസും എന്താ ബന്ധം എന്ന് പറയാൻ പറ്റുമോ? അതിന് ബന്ധമുണ്ട്. ഓക്കെ. ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് നമ്മൾ എത്തിയില്ല, നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് മാത്രം ഡിഫൈൻ ചെയ്തോളൂ. ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ഉണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഒരു റിയൽ കോംപ്ലക്സ് വെക്ടർ സ്പേസ് ടുഗദർ വിത്ത് ഇന്നർ പ്രോഡക്റ്റ് ഡിഫൈൻഡ് ഓൺ ഇറ്റ്. അതിന് നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് എന്ന് വിളിക്കും. ഇത്രയേ ഉള്ളൂ. വെക്ടർ സ്പേസിനൂടെ ഒരു ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ. ഓക്കെ. അത് നിങ്ങൾ നോക്കൂ. അതിപ്പോൾ എനിക്ക് അടുത്ത ക്ലാസ് എടുക്കുന്ന ആള് പറഞ്ഞാൽ മതി. ഒന്നുമില്ല, എല്ലാ ഇന്നർ പ്രോഡക്റ്റ് സ്പേസും ഒരു മെട്രിക് സ്പേസ് ആയിരിക്കും എന്ന രീതിയിൽ ഒരു ഇത് പറയാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്ക് മെട്രിക് സ്പേസ് ആവണമെങ്കിൽ നമുക്ക് അവിടെ ഒരു മെട്രിക് ഡിഫൈൻ ചെയ്യണം. അപ്പം അത് ഈ നോം വഴി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. ഓക്കെ. എനിവേ വിൽ വൈൻഡ് അപ്പ്.